ത്രില്ലർ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? അതിൽ തന്നെ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവരാണോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ടുന്ന മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു സിനിമയുണ്ട്. അതെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ റിവ്യൂവുമായിട്ടാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയൊന്നുമല്ല. 2016 ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ സിനിമ റിലീസായിട്ടുള്ളത്. ഇതൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ വരുന്നൊരു സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മനോജ് നൈറ്റ് ശ്യാമൻ അദ്ദേഹമാണ്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ രചിച്ചിരിക്കുന്നത്. സിനിമയുടെ പേരാണ് സ്പ്ലിറ്റ്. നിങ്ങളിൽ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളൊരു യഥാർത്ഥ സിനിമ പ്രേമിയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ടുന്ന ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ് സ്പ്ലിറ്റ് എന്ന് ഞാൻ പറയും. അതിന് കാരണം ഈ സിനിമയിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. ഇത് പ്രധാനമായിട്ടും ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വെച്ചാൽ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ ലാലേട്ടനൊക്കെ പറയുമല്ലോ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ദ്വന്ദ്വ വ്യക്തിത്വം, അപര വ്യക്തിത്വം എന്നൊക്കെ, ആ സംഭവം തന്നെ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മികച്ച ചിത്രമാണ് സ്പ്ലിറ്റ് എന്നത്. ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ജെയിംസ് മെക്കവോയ് എന്ന ആക്ടറാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും ഇതിൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ചിട്ടുള്ള ജെയിംസ് മെക്കവോയ്, അദ്ദേഹത്തിൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവൽ പെർഫോമൻസാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ യഥാർത്ഥത്തിൽ 23ഓളം വ്യക്തിത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പം ഒരു ആൾ തന്നെ 2 ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കുമ്പം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തിത്വമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് എത്രമാത്രം എഫേർട്ട് അതിന് വേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാം. ഇത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് 23ഓളം വ്യക്തിത്വങ്ങൾ അദ്ദേഹം ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ കഥ, ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് തന്നെ ഈ 23 വ്യക്തിത്വങ്ങളുള്ള ഈ വ്യക്തി 24ാമത് മറ്റൊരു വ്യക്തിത്വത്തെ കൂടി സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം 24ാമത്തെ വ്യക്തിത്വത്തെ സൃഷ്ടിക്കുന്നത്? ഈ 24ാമത്തെ വ്യക്തിത്വത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. വളരെ വയലൻസ് നിറഞ്ഞ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ 24ാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ഉണ്ട്. അതായത് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പം ഈ 24ാമത്തെ വ്യക്തിത്വം പുറത്തേക്ക് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്തു വെക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. ആ തരത്തിലാണ് ഇതിലെ പ്രകടനം എന്ന് പറയുന്നത്. പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഒരു വൃദ്ധയായിട്ടുള്ളൊരു സൈക്യാട്രിസ്റ്റ്. അതുകൂടാതെ 3 പെൺകുട്ടികളും. ഇവരാണ് ഈ കഥയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ തന്നെ ഈ 3 പെൺകുട്ടികൾ കേസി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. കേസി എന്നോ കാസി എന്നോ വിളിക്കാം. ആ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച അഭിനേത്രിയും വളരെ മികച്ച രീതിയിൽ തന്നെ തന്മയത്വത്തോടു കൂടി കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേസി വളരെയധികം ഡിഫറൻ്റാണ്. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ഡിഫറൻ്റ് ആയത് എന്നുള്ളതൊക്കെ സിനിമ പോകെ പോകെ നമുക്കത് മനസ്സിലാവും. അതിൽ തന്നെ ഈ സിനിമയിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഈ ഫ്ലാഷ് ബാക്ക് സീനുകൾ, ഒരുപാടല്ല 2-3 ഇടങ്ങളിൽ ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുന്നുണ്ട് ഈ കേസി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ. അത്തരത്തിലുള്ള ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ നമുക്കറിയാം. ഒരു ഇംഗ്ലീഷ് മൂവിയിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ചില ഫ്ലാഷ് ബാക്കുകൾ വർക്കാവാറുണ്ട്, ചിലത് നമുക്കൊട്ടും വർക്കാവില്ല. യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നൊരു ജീവിതശൈലിയുണ്ട്, നമ്മൾ ബന്ധങ്ങൾക്കൊക്കെ കൊടുക്കുന്നൊരു വിലയുണ്ട്. ആ ഒരു വാല്യൂ ആയിരിക്കില്ല മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളിൽ പെടുന്നവർ അതിന് കൽപ്പിക്കുക. അപ്പം അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ വരുമ്പം ചില സിനിമകളിൽ ചില ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുമ്പോൾ അതായത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് ഒരിക്കലും കണക്റ്റ് ആകാതെ പോകുന്ന ചില വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ അത്തരത്തിലുള്ള യാതൊന്നുമില്ല. മാത്രമല്ല, വെറുതെ കുറച്ച് ഫ്ലാഷ് ബാക്ക് സീനുകൾ കുത്തിക്കയറ്റി വയ്ക്കുന്ന ഒരു പതിവുണ്ട്. ഇവിടെ നമുക്കതൊന്നും കാണാൻ കഴിയില്ല. കാരണം ഇതിലുള്ള ഓരോ ഫ്ലാഷ് ബാക്കും, ആ ഫ്ലാഷ് ബാക്ക് യഥാർത്ഥത്തിൽ പറയേണ്ടത് തന്നെ ആയിരുന്നു. കാരണം ആ ഫ്ലാഷ് ബാക്കിൽ ഈ കഥയുടെ ഉടനീളം ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ക്ലൈമാക്സിലാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ കൂടി ക്ലൈമാക്സ് ആണെങ്കിലും നമുക്ക് ബോറടിപ്പിക്കാതെ കൃത്യമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയായിരുന്നു. കുറച്ച് ഈ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡ്രമാറ്റിക് മോഡിൽ പോകുന്നൊരു സിനിമയാണ്. അതുപോലെ തന്നെ ഒന്ന് ചെറിയൊരു സ്ലോ പേസിൽ പോകുന്ന സിനിമയാണ്. പക്ഷേ അങ്ങനെ സ്ലോ പേസിൽ പോകുന്നൊരു സിനിമയാണെങ്കിൽ നമുക്ക് എവിടെയും ഒരു ലാഗൊന്നും അനുഭവപ്പെടില്ല. അതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ജെയിംസ് മെക്കവോയ് എന്ന് പറയുന്ന ആക്ടറുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഈ സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ പ്രകടനമുണ്ട്. ചില സീനുകളിൽ ഇപ്പം മറ്റാരെങ്കിലും അഭിനയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ലാഗിങ്ങായി ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകടനം, നമ്മൾ കഥ ഒരുപക്ഷെ ലാഗിങ്ങായി പോകുന്ന ഘട്ടത്തിൽ പോലും ആ പ്രകടനം കണ്ട് നമ്മൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതിരിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പം ഇത്രയധികം ഞാനൊരു വിദേശ ആക്ടറെ
ഇത്രയധികം പുകഴ്ത്തി പറയണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? അത് നിങ്ങൾ കണ്ടറിയേണ്ടുന്നൊരു വിഷയമാണ്. ആരാണ് ജെയിംസ് മെക്കവോയ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മറ്റ് പല സിനിമകൾ, ഇപ്പോൾ ഗ്ലാസ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഞാൻ ശരിക്കും അദ്ദേഹത്തെ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുപോലെ അദ്ദേഹം ഒട്ടനവധി പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. എങ്കിൽ പോലും സ്പ്ലിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത് ലോകോത്തര നിലവാരമുള്ളൊരു പ്രകടനം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വിദേശ ചിത്രമായതുകൊണ്ട് തന്നെ പശ്ചാത്തല സംഗീതത്തെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ കാരണം ഇപ്പം നമ്മുടെ സിനിമകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിനിമയുടെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ഒരു പശ്ചാത്തല സംഗീതം എങ്ങനെ പോയാലും ഉണ്ടാകും. ചെറിയ ചില ഏരിയകളിൽ മാത്രമേ ഒരു സൈലൻസ് വരത്തുള്ളൂ. എന്നാൽ ഒരു വിദേശ ചിത്രത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് സിനിമയെ സംബന്ധിച്ച് അവരധികവും സൈലൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എസ്പെഷ്യലി ത്രില്ലർ, ഹൊറർ വിഭാഗത്തിലൊക്കെ വരുന്ന സിനിമകൾക്ക് ആ സൈലൻസ് തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ ആ കഥയ്ക്കാണെന്നുണ്ടെങ്കിലും ആ സിനിമയ്ക്കാണെങ്കിലും അനുയോജ്യമായത്. അത് വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ തിരക്കഥയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉറപ്പുള്ള ഒരു തിരക്കഥ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തിരക്കഥ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിന് കൊടുത്തിരിക്കുന്നത്. കഥയാണെങ്കിലും തിരക്കഥയാണെങ്കിലും. എസ്പെഷ്യലി ഇതിൻ്റെ സ്റ്റോറി. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന രോഗമുള്ളൊരു വ്യക്തി ഒരു കാരണവുമില്ലാതെ 3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. ശേഷം അവരെ ഭൂമിക്കടിയിലുള്ള രഹസ്യ സങ്കേതത്തിൽ പാർപ്പിക്കുന്നു. അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്നത് എന്തൊക്കെയാണ്? ഇയാളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടുവോ? എന്തിനു വേണ്ടിയാണ് അവരെ തട്ടിക്കൊണ്ടുവന്നത്? തുടങ്ങിയതാണ് ഈ കഥയുടെ ത്രെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, സ്ക്രീനിൽ ഒരു പ്രേതത്തെയോ അല്ലെങ്കിൽ ഒരു ഏലിയനെയോ ഒന്നും കാണിക്കാതെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ്റെ ഉള്ളിലേക്ക് ഒരു ഭയത്തിൻ്റെ വിത്തെറിയാൻ അത് ഈ സിനിമയ്ക്ക് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒന്നും കാണില്ല. പക്ഷേ ഇതിലെ കഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കഥ നമ്മളെ അതിലേക്ക് വലിച്ചടിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് കഥ അറിഞ്ഞുകൊണ്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഓരോ സീനുകൾ കഴിയും തോറും നമ്മുടെ ഉള്ളിലൊരു ചെറിയ ഭയം എന്ന് വെച്ചാൽ വലിയ, നമ്മൾ ആകെ പേടിച്ച് ആകെ ഇതായിരിക്കുമെന്നല്ല പറയുന്നത്, എങ്കിൽ പോലും ഒരു ഭയത്തിൻ്റെ ലാഞ്ചന നമ്മളെല്ലായിടത്തും ഒഴുക്കിക്കൊണ്ടാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത്. യഥാർത്ഥത്തിലല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ, നല്ല അഭിനയത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടുന്നൊരു സിനിമ തന്നെയാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എംസോണിൽ ഇതിൻ്റെ മലയാളം സബ് ടൈറ്റിൽ ലഭ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ സിനിമ എത്തിക്കുന്നത്. അപ്പം എല്ലാവരും ഈ സിനിമ കാണാത്തവർ ഉടൻ തന്നെ പോയി കാണുക. കണ്ടവർ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു സിനിമയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു സിനിമയുടെ റിവ്യൂമായിട്ട് നമ്മൾ അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും.